എല്ലാവർക്കും LSSൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ EVSൽ ചോദിക്കാവുന്ന ചോദ്യങ്ങളെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസൊക്കെ എഴുതിയെടുക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ലോക അഹിംസാ ദിനം എന്നാണ് ഒക്ടോബർ 2. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതാര്? ആരാണ്? കേളപ്പൻ. സത്യാഗ്രഹം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? സത്യാഗ്രഹം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് സത്യാഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം. എന്താണ്? സത്യത്തെ മുറുകെ പിടിക്കുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹ സമരമേത്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹ സമരമേത്? ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കറുത്ത അധ്യായം എന്ന് വിശേഷിപ്പിക്കുന്ന സംഭവം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്താണ് നടന്നത്? 1919 ഏപ്രിൽ 13 എവിടെയാണ്? പഞ്ചാബിലെ അമൃത്സറിൽ വെച്ചിട്ടാണ് നമ്മുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. അതിനെന്താണ് വിശേഷിപ്പിക്കുന്നത്? കറുത്ത അധ്യായം എന്നാണ് കേട്ടോ. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കറുത്ത അധ്യായം എന്നാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. കർഷകർക്ക് വേണ്ടി നടന്ന ആദ്യത്തെ സമരം ഏതാണ്? ചമ്പാരൻ സമരം. ഈ ചമ്പാരൻ സമരം ഏത് സംസ്ഥാനത്താണ് നടന്നത് നിങ്ങൾക്കറിയോ? എവിടെയാണ്? ബീഹാറിലാണ് ഗാന്ധിജി അവിടുത്തെ കർഷകരുടെ പ്രയാസങ്ങൾ കണ്ടിട്ട് അവർക്ക് വേണ്ടി നടത്തിയ ഒരു സമരമാണ് ചമ്പാരൻ സമരം. തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി നടത്തിയ ആദ്യ സമരം ഏതാണ്? അഹമ്മദാബാദ് തുണിമിൽ സമരം. കർഷക നികുതി ഒഴിവാക്കാനായി നടത്തിയ സമരമേത്? ബേഡ സമരം. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജി നടത്തിയ സമരാഹ്വാനം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അതാണ് അതിൻ്റെ മുദ്രാവാക്യം അല്ലേ? ഉപ്പു സത്യാഗ്രഹം നടന്നതെന്ന് എന്നാണ്? 1930 മാർച്ച് 12 ഉപ്പു സത്യാഗ്രഹം നടന്നത്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. നേതാജി എന്നറിയപ്പെടുന്നത് ആര്? നമ്മൾ ആരെയാണ് നേതാജി എന്ന് വിശേഷിപ്പിക്കുന്നത്? സുഭാഷ് ചന്ദ്രബോസ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൽ ഖാദർ ഖാൻ. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പ്രഖ്യാപിച്ചത് ആരാണത് പറഞ്ഞത്? എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞത് നമ്മുടെ ഗാന്ധിജിയാണത് പറഞ്ഞത് അല്ലേ? വാഗമൺ ട്രാജഡി നടന്നത് ഏത് കലാപത്തിന്റെ ഭാഗമായിട്ടാണ്? മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ടാണ് വാഗൺ ട്രാജഡി നടന്നത്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം എന്നാണ്? ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് 1942 അല്ലേ? 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത്. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചുകൊണ്ട് നടത്തിയ സമരം ഏതാണ്? നിസ്സഹകരണ സമരം. ഉപ്പു നികുതി നിയമലംഘനവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ സമരത്തിന് നേതൃത്വം നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി. ഈ ഉപ്പു സത്യാഗ്രഹം നമ്മുടെ കേരളത്തിലും നടത്തിയിട്ടുണ്ടല്ലേ? അതിന് നേതൃത്വം നൽകിയത് ആരാണ്? കേളപ്പൻ. കേളപ്പൻ ആരാണെന്നാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ ആദ്യം കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നു എന്ന് പഠിച്ചില്ലേ? അപ്പോൾ നമ്മുടെ ഉപ്പു സത്യാഗ്രഹം കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയത് ആരാണ്? കേളപ്പനാണ്. വരിക വരിക സഹചരെ എന്ന സ്വാതന്ത്ര്യ സമരഗാനം രചിച്ചത് ആരാണ്? അംശി നാരായണപിള്ള. നമ്മുടെ ഉപ്പു സത്യാഗ്രഹത്തിന് അത് നടത്തുമ്പോൾ നമ്മൾ ആലപിച്ച ഗാനമായിരുന്നു വരിക വരിക സഹചരെ എന്ന ഗാനം. അത് എഴുതിയത് ആരാണ്? അംശി നാരായണപിള്ള. ഗാന്ധിജിയും സഹപ്രവർത്തകരും ഉപ്പു സത്യാഗ്രഹത്തിന് ദണ്ഡിയിലേക്ക് പുറപ്പെട്ടത് എവിടെ നിന്നാണ്? സബർമതി ആശ്രമത്തിൽ നിന്ന്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം
കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നു എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? കെ കേളപ്പനാണ്. അത് എവിടെയാണ് നടന്നത്? കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ വെച്ചാണ് ഉപ്പു സത്യാഗ്രഹം നടന്നത്. ജാലിയൻ വാലാബാഗ് നടന്ന സ്ഥലം എവിടെയാണ്? പഞ്ചാബിലാണ് എന്ത് ജാലിയൻ വാലാബാഗ് നടന്നത്. ക്വിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? ക്വിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേര് ഓഗസ്റ്റ് വിപ്ലവം അഥവാ ഓഗസ്റ്റ് ക്രാന്തി. എന്താണ്? ഓഗസ്റ്റ് വിപ്ലവം അല്ലെങ്കിൽ ഓഗസ്റ്റ് ക്രാന്തി എന്ന പേരിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അത് ഓഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടാൻ കാരണം? അത് നടന്നത് ഓഗസ്റ്റിലാണ് അല്ലേ? ഓഗസ്റ്റ് 9 എന്ത് ക്വിറ്റ് ഇന്ത്യ ദിനം അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്ന വർഷം. അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്ന വർഷം എത്രയാണ്? 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മഹാത്മാഗാന്ധി സംഘടിപ്പിച്ച ആദ്യത്തെ നിരാഹാര സമരം ഏതായിരുന്നു? മഹാത്മാഗാന്ധി സംഘടിപ്പിച്ച ആദ്യത്തെ നിരാഹാര സമരം. നിരാഹാരം എന്താണെന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണമൊന്നും കഴിക്കാതെ സമരം ചെയ്യുന്നതിനാണ് എന്ത് നമ്മൾ നിരാഹാര സമരം എന്ന് പറയുന്നത്. അത് ഏതിനായിരുന്നു ഗാന്ധിജി ആദ്യം ചെയ്തിരുന്നത്? അഹമ്മദാബാദ് തുണിമിൽ സമരത്തിനോടനുബന്ധിച്ചായിരുന്നു മഹാത്മാഗാന്ധി ആദ്യമായിട്ട് നിരാഹാരം അനുഷ്ഠിച്ചത്. എന്തിനായിരുന്നു അഹമ്മദാബാദ് തുണിമിൽ സമരം? അവിടെ ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് തൊഴിൽ വർധനവിന് വേണ്ടിയിട്ടില്ലേ, വേതന വർധനവിന് വേണ്ടിയിട്ടാണ് എന്ത് ഗാന്ധിജി അവർക്ക് വേണ്ടി സമരം ചെയ്ത് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്തതായിരുന്നു എന്ത് അഹമ്മദാബാദ് തുണിമിൽ സമരം. 1918 അല്ലേ അത് നടന്നത്. 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ EVSലെ 3ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന പാഠഭാഗത്തിലെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ.